നമസ്കാരം. ഭൂലോക അലവലാതിയായിട്ടുള്ള ഒരു ഡ്രൈവറോട് മേയർ ആര്യ രാജേന്ദ്രൻ പ്രതികരിച്ചത് കൊണ്ട് അയാളെ മഹാനുഭാവന്മാരാക്കുന്നവരുടെ മുന്നിലേക്ക് ഒരു ദൃശ്യം കൂടി അങ്ങ് സമർപ്പിക്കുകയാണ്. അല്ലെങ്കിലും എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ഈ ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രത്യേക താല്പര്യത്തോടെ ന്യായീകരിച്ചുകൊണ്ട് വരുമ്പോൾ സമാനമായിട്ടൊരു സംഭവം കൂടി ആവർത്തിക്കും. അത് ആരുടെ ഭാഗത്താണോ സത്യം അവർക്ക് ഒപ്പം നിൽക്കാൻ സഹായകരമാകുന്ന ദൃശ്യമായിരിക്കും. ദേ കണ്ടേ, വൈക്കത്ത് നിന്ന് പോയ KSRTC ബസ്സാണ്. അയൽ സംസ്ഥാനത്തെത്തിയപ്പോ അവിടുത്തെ നാട്ടുകാർ തടയുകയാണ്. ഒന്ന് ശ്രദ്ധിച്ചേ, ആ ദൃശ്യം വളരെ കൃത്യമായി ഒന്ന് നോക്കൂ. നാട്ടുകാർ ഡോറ് തുറന്ന് അകത്ത് ചാടിക്കേറുകയാണ്. ആ സീറ്റിൽ മറ്റൊരു യദു ഇരിപ്പുണ്ട്. എന്തിനായിരിക്കും ഇത് ചെയ്തത്? ഒരു മഹാനുഭാവനായ യദു ഇവിടെ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സ്വകാര്യ വാഹനത്തിൽ യാത്ര ചെയ്തപ്പോൾ അപകടപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ അവർ ചോദ്യം ചെയ്യുകയാണ്. അത് ആര്യ രാജേന്ദ്രൻ ചോദ്യം ചെയ്തപ്പോൾ വണ്ടി കൊണ്ടുവന്ന് ക്രോസ് ചെയ്തിട്ടത്രേ. അതായത് ദേഷ്യം വന്നു കഴിഞ്ഞാലോ തോന്നിവാസം കാട്ടിയിട്ട് പോയവന്റെ മുന്നിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഗാന്ധിസോ അല്ലാതെ CPM-കാർ മറ്റൊരു തരത്തിലും പ്രതികരിക്കാൻ പാടില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ മഹാമോശമാണ്. പക്ഷെ ഈ ദൃശ്യം ഒന്ന് നോക്കിയേ, നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടാണോ ആ ബസ്സിനകത്തിരിക്കുന്ന യദുവിനോട് ഈ രീതിയിൽ പ്രതികരിക്കുന്നത്? സ്വാഭാവികമായും കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കുമല്ലോ. മഹാനായിട്ടുള്ള ആ യദു വണ്ടി ഓടിക്കുന്ന കണ്ടിട്ട് അയാളോട് എന്തെങ്കിലും കെറുവുള്ളത് കൊണ്ടാണോ നാട്ടുകാർ വണ്ടിക്കകത്തേക്ക് ചാടിക്കേറുകയും ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ളവർ കല്ലുമായിട്ട് നിൽക്കുന്നുണ്ട്? നോക്കിയേ, ആ സ്ത്രീ ഒരു CPM-കാരിയാണെങ്കിൽ ഈ KSRTC ഡ്രൈവർ ഇനി മുതൽ ഒരു പാവപ്പെട്ട ഡ്രൈവറായി മാറും. ഇനി അവർ ഒരു സംഘപരിവാറുകാരിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിയാണെങ്കിൽ അവർ പുലിക്കുട്ടിയാണ് കേട്ടോ. അവർ പുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ KSRTC ഡ്രൈവർ റാഷ് ഡ്രൈവിംഗ് നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ച ചുണക്കുട്ടിയാകും. അതാണ് നമ്മുടെ നാട്ടിലെ ഒരു ആചാരം. ഇതാണ് ഈ നമ്മുടെ നാട്ടിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടി. 2 ദിവസം മുമ്പുണ്ടായ സംഭവത്തിൽ എന്തെല്ലാം രീതിയിലുള്ള ന്യായീകരണമാണ് ഒരു അലവലാതി ഡ്രൈവറിന് വേണ്ടി ഇവിടെ സംഘപരിവാറുകാരും അവരുടെ കാൽനക്കികളായിട്ടുള്ള മാപ്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ ബസ്സിൽ യാത്രക്കാരില്ലേ? ആ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലേ? എന്തുകൊണ്ട് നാട്ടുകാർക്ക് ഇത് ചെയ്യേണ്ടി വന്നു? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആര്യ രാജേന്ദ്രൻ അത് ചെയ്യേണ്ടി വന്നു? ഒറ്റ കാരണത്തേ ഉള്ളൂ, ബസ്സിന്റെ ട്രിപ്പ് മുടങ്ങുന്ന കാര്യമൊന്നും അപ്പൊ ചിന്തയെ വരില്ല. അവരുടെ ജീവൻ അപകടപ്പെടുത്തുന്ന രീതിയിൽ ഇയാൾ കടന്നു പോയിട്ടുണ്ട്. അതിൽ അവർക്ക് രോഷമുണ്ടായതിന്റെ ഒരു പ്രതികരണമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ബസ്സിനകത്തേക്ക് നാട്ടുകാർ ചാടിക്കേറുകയാണ്. അന്യ സംസ്ഥാനത്തുള്ളവരാണ്. എന്തെങ്കിലും ഇയാളോട് പ്രതികാരമുണ്ടായിട്ടാണോ അല്ലെങ്കിൽ മുൻവൈരാഗ്യം വെച്ചിട്ടാണോ ഈ പ്രവർത്തനം ചെയ്യുന്നത്? അല്ല, അത് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ കൈയിരിപ്പ് കൊണ്ടാണ്. യദുവിനോടും ചെയ്തിരിക്കുന്നത് കൈയിരിപ്പ് കൊണ്ടാണ്. അയാളുടെ ബാക്ക് ഹിസ്റ്ററി വെച്ചിട്ട് ഭൂലോക അലവലാതിയാണെന്ന് കൃത്യമായി അറിയാം. പിന്നെ അയാൾക്കൊരു സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നേരത്തെ ചട്ടിമറിയെ എന്തുകൊണ്ട് ന്യായീകരിച്ചു? ചട്ടിമറിയ സംഘപരിവാറുകാരിയായിരുന്നു. ചട്ടിമറിയെ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിലുള്ള നാടകങ്ങൾ പിണറായി വിജയനെ കുറെ ഭള്ളു പറയിപ്പിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. അതുപോലെ ഇടതുപക്ഷത്തുള്ളവരെ ആക്രമിക്കാനോ ആക്ഷേപം പറയുന്നവരെല്ലാം മഹാന്മാരും ഇടതുപക്ഷത്തുള്ളവർ ഒരു തെറ്റ് കണ്ടാൽ അതിനെ പരസ്യമായി പ്രതികരിച്ചാൽ, പ്രത്യേകിച്ച് ഒരു സംഘപരിവാറായിട്ടുള്ള ഏത് ഊളയായിരുന്നാലും അവനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കുറെ മാപ്രകളും കുറെ ഏറെ പേരും രംഗത്ത് വരുന്നതിന് സമാനമാണ് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യം. നാട്ടുകാർക്ക് പ്രതികരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ജീവനെ അപകടത്തിലാക്കുന്ന രീതിയിൽ ആ KSRTC ബസ് കടന്നു പോയിട്ടുണ്ട്. അവിടെ ട്രിപ്പ് മുടങ്ങുന്നുണ്ടോ കോപ്പ് മുടങ്ങുന്നുണ്ടോ എന്നല്ല, അവരുടെ ജീവനെ അപകടമുണ്ടാക്കുന്ന രീതിയിൽ അയാൾ ഡ്രൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം പറയാനും അതിന് സമാധാനം പറയാനും ആ പണി ചെയ്യുന്നവന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതൊരു ഗവൺമെന്റ് സർവന്റ് ഏവനായിരുന്നാലും അവന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അതിന് സമാനം തന്നെയാണ് ആര്യ രാജേന്ദ്രൻ പാളയത്തുണ്ടായ സംഭവകാശവുമായി ബന്ധപ്പെട്ട് അവരുടെ ഇടപെടലിലൂടെ ചെയ്യാൻ ശ്രമിച്ചത്. അവരോട് മോശമായിട്ടുള്ള പ്രതികരണം നടത്തിയതിനു ശേഷം അയ്യോ, ഗാന്ധിയൻ തത്വശാസ്ത്ര പ്രകാരം ഞാൻ പെരുമാറാമായിരുന്നു, അയാൾ തമ്പാനൂർ സ്റ്റാൻഡിലെത്തട്ടെ, എനിക്ക് കുറെ കഴിവുകളുണ്ട്, എനിക്ക് കുറെ സ്വാധീനമുണ്ട്, അത് ഉപയോഗിച്ച് വേണമെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ പണി കൊടുക്കാം എന്ന് കരുതിക്കൊണ്ട് ഞാൻ പ്രതികരിക്കാതിരുന്നെങ്കിൽ ഞാൻ മഹതിയായനെ. വേണ്ടെന്നേ, ഇവിടെ ഒരു സംഘപരിവാർ അലവലാദികൾ, ഏത് അലവലാദികൾ? ഈ പറയുന്ന യദുകൃഷ്ണനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അലവലാദികളുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നേ. സ്വന്തം വീട്ടിലിരിക്കുന്ന സ്ത്രീകളോടോ അമ്മമാരോടോ പെങ്ങന്മാരോടോ ഇവൻ നേരത്തെ ഒരു FIR-ൽ എഴുതി വെച്ച കാര്യങ്ങളുണ്ട്. അത് ഏതെങ്കിലും ഒക്കെ കാണിച്ചു കഴിഞ്ഞാലും അവന് ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പോണ ഊള സംഘികൾ അവർ പറയുന്നതിന് ഈ നാട് ചെവി കൊടുക്കേണ്ട കാര്യമില്ല. അവനെ സർവീസ് നിന്ന് തൂക്കിയെടുത്ത് വെളിക്കളാണ്. അവൻ ഇനി ഏത് മഹാനായിരുന്നാലും ആ ജോലി ചെയ്യാൻ അവൻ ഇനി യാതൊരു തരത്തിലും അർഹതയില്ല തന്നെ. ആ രീതിയിൽ നടപടിയെടുക്കാൻ സർക്കാർ ധൈര്യം കാട്ടേണ്ടതുണ്ട്. അവന് ശമ്പളം ഇനി വീട്ടിൽ പോയി മേടിച്ചാൽ മതി. അവന്റെ താൽക്കാലിക ശമ്പളം അവൻ പരസ്യമായിട്ട് വിളിച്ചു പറയാണ്. അത് വാങ്ങി ഞണ്ണിക്കൊണ്ട് അതിനെ പരസ്യമായി അധിക്ഷേപിച്ച ഇവൻ ഇനി ജോലി ചെയ്യാൻ അർഹനല്ല, അവനെ വച്ചു പൊറിപ്പിക്കാൻ പാടില്ല എന്ന കർശനമായ നിലപാടിലേക്ക് ഗതാഗത വകുപ്പ് കടക്കണമെന്ന് വളരെ കൃത്യമായി ആവശ്യപ്പെടുകയാണ്.